മുമ്പ് അനൂപ് നൽകിയൊരു വിവരമുണ്ട്. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി മധ്യവയസ്കനെ കാറിൽ വലിച്ചിഴച്ച സംഭവം, അതിൽ പ്രതികൾ ഒളിവിലായിരുന്ന ഒരു സാഹചര്യം നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു. അതിൽ ഹർഷിത്, അഭിറാം എന്നീ പ്രതികൾ പിടിയിലായിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുതിയതായി വന്നിട്ടുള്ളത്. ഇവരെ കൽപ്പറ്റയിൽ നിന്നാണ് പിടികൂടിയത് എന്നുള്ളതാണ് വരുന്ന വിവരം. പിടികൂടപ്പെട്ട പ്രതികൾ, പോലീസ് പിടിച്ച പ്രതികൾ ഹർഷിത്, അഭിറാം എന്നിവരാണ്. ഇവരെ കൽപ്പറ്റയിൽ നിന്ന് പിടിക്കുകയായിരുന്നു. അനൂപ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനൂപ്, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും കിട്ടിയ വിവരം ഇവർ ഒളിവിലാണ്, ഇവരെ അതിവേഗം പിടികൂടാനാകുമെന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട് എന്ന് അനൂപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. രണ്ടുപേരാണ് പിടിക്കപ്പെട്ടത് അല്ലേ? എത്ര പ്രതികളാണ് ആകെയുള്ളത് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ? ഈ സംഭവത്തിൽ പ്രതികളായി പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണിയാമ്പറ്റ പത്തിരക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദ്, അബ്ദിറാം എന്നിവരാണ്. അതോടൊപ്പം പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ, ഖമർ എന്നിവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. അതിൽ മുഹമ്മദ് അർഷിദിനെയും അബ്ദിറാമിനെയും അല്പസമയം മുൻപ് കൽപ്പറ്റ പരിസരത്ത് വെച്ച് മാനന്തവാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിധം. മുഹമ്മദ് അർഷിദാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ആൾ. മുഹമ്മദ് അർഷിദിന്റെ സഹോദരന്റെ കാറാണ് അത്. മലപ്പുറം കുറ്റിപ്പുറം രജിസ്ട്രേഷനുള്ള കാറാണ്. ആ കാറ് മുഹമ്മദ് അർഷിദിന്റേതാണ്. മുഹമ്മദ് അർഷിദ് സഹോദരനോട് ഈ കാർ പെട്ടെന്ന് തന്നെ എത്തിക്കാം, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ആണ് ഈ കാറ് ഈ കൂടൽക്കടവ് ഭാഗത്തേക്ക് കൊണ്ടുപോയത് എന്നതാണ് പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഏതായാലും മുഹമ്മദ് അർഷിദ് ഈ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നു. അഭിറാമും അവർക്കൊപ്പം ഉണ്ടായിരുന്ന അഭിറാമും. അങ്ങനെയെങ്കിൽ ഇവർ ഒരുമിച്ചല്ല, പല സ്ഥലങ്ങളിലേക്കായാണ് ഒളിവിൽ പോയത് എന്നത് വേണം മനസ്സിലാക്കാൻ. പോലീസിന് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇവരെ പിടികൂടാനാവുമെന്ന ഒരു പ്രതീക്ഷ പോലീസ് നേരത്തെ പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പെട്ടെന്ന് ഉണ്ടാവുമെന്നൊരു വിവരം കൂടി പോലീസ് കൈമാറിയിരുന്നു. ഏതായാലും ഇവർ മറ്റു ജില്ലകളിലേക്കും മറ്റും കടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പോലീസിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പനമര സ്വദേശികളായ വിഷ്ണു, നബീൽ, ഖമർ എന്നിവർ കോഴിക്കോടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറിയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഏതായാലും ഇവരെ പെട്ടെന്ന് തന്നെ പിടികൂടാനായത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള പ്രതികളെ കുറിച്ചുള്ള വിവരവും ഈ സംഭവം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് ഇതിനകം ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. അതിന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം ഇവരെ എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാഥമിക ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് പൂർത്തിയാക്കുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ്. 2 പ്രതികൾ പിടിക്കപ്പെട്ടു, മറ്റുള്ളവരും അതിവേഗം പോലീസിൻ്റെ വലയിലാകും എന്നുള്ളതാണ് വരുന്ന വിവരം. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. മാതനെ, ആദിവാസി യുവാവിനെയാണ് ഈ പ്രതികൾ ഇന്നലെ വലിച്ചിഴച്ച് വലിയ തോതിൽ ആക്രമണത്തിന് വിധേയനാക്കിയത് എന്നുള്ളതാണ്. അതാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. ഇപ്പോൾ